അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 11 വ്യാഴാഴ്ച. ഫുട്ബോൾ ഉരുളുകയായി, വല നിറയുകയായി. ലോകം കാത്തിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് അർദ്ധരാത്രിയോടെ തുടക്കം. രാത്രി 12:30 മെക്സിക്കോ സിറ്റിയിലെ അസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങളാണ് കായിക മാമാങ്കത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന മേളയിൽ 104 മത്സരങ്ങൾ ഉണ്ടാകും. ജൂലൈ 19 ഫൈനൽ. കോഴിക്കോട് വീണ്ടും നിപ വൈറസ് ബാധ. ഫറോക്ക് സ്വദേശിയായ 43-കാരനാണ് രോഗബാധിതനായത്. സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്ന ഇയാളെ അർദ്ധരാത്രിയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. പ്രദേശത്ത് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. പാർക്കിംഗ് നിരോധിച്ചു. രോഗിയുമായി സമ്പർക്കമുണ്ടായവർ ക്വാറന്റീനിൽ പോകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. വവ്വാലുകൾ വസിച്ചിരുന്ന പഴയ ഗോഡൌൺ വൃത്തിയാക്കുന്നതിനിടെ രോഗബാധിതനായെന്നാണ് കരുതുന്നത്. ഒമാൻ തീരത്ത് അമേരിക്ക ആക്രമിച്ച കപ്പലിലെ നാവികരായ 3 ഇന്ത്യക്കാരെ കാണാനില്ല. കപ്പലിൽ നിന്ന് 21 ഇന്ത്യക്കാരെ രക്ഷിച്ചു. കപ്പൽ ആക്രമിച്ച അമേരിക്കൻ നടപടിക്കെതിരെ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു. അമേരിക്കൻ എംബസിയിലെ CDA ജെയ്സൺ മീക്സിനെ വിളിച്ചുവരുത്തിയാണ് പ്രതിഷേധം അറിയിച്ചത്. ഹോർമൂസ് കടലിടുക്കിനടുത്തുള്ള എണ്ണ ടാങ്കർ സെറ്റബെല്ലോയുടെ എൻജിൻ മുറിയിൽ അമേരിക്കൻ മിസൈൽ പതിച്ച് കപ്പലിന് തീപിടിക്കുകയായിരുന്നു. പലാവു പതാകയുള്ള കപ്പലിലെ 28 ജീവനക്കാരിൽ 24 പേർ ഇന്ത്യക്കാരാണ്. മാർച്ചിൽ നടന്ന 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഫലം അടുത്ത മാസം 15 പ്രസിദ്ധീകരിക്കുമെന്ന് പുതിയ അറിയിപ്പ്. നേരത്തെ ഇന്നലെ ഫലം പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ യുദ്ധത്തെ തുടർന്ന് മാറ്റിവെച്ച ഗൾഫ് പരീക്ഷാ കേന്ദ്രങ്ങളിലെ 1ാം വർഷ പരീക്ഷകൾ പ്രതിസന്ധിയിലായതാണ് വൈകാൻ കാരണം. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. പുളിമൂടുകുന്ന് മിച്ചഭൂമിയിലെ 65-കാരനായ രാജുവാണ് മരിച്ചത്. നാട്ടിലിറങ്ങിയ കാട്ടാനയെ തുരത്താൻ വനം വകുപ്പ് RRT സംഘം ശ്രമിക്കുന്നതിനിടെ രാജു ആനയുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു. തലശ്ശേരി ഷുഹൈബ് വധക്കേസിൽ വിചാരണ നടപടികൾക്ക് തിങ്കളാഴ്ച വരെ ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. വിചാരണ കോടതി മാറ്റണമെന്ന 3 പ്രതികളുടെ അപ്പീലിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി. ചൊവ്വാഴ്ച വിചാരണ നടപടികൾ തുടങ്ങാനിരിക്കെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തേടിയിട്ടുണ്ട്. വിചാരണ കോടതി പക്ഷപാതത്തോടെ പെരുമാറുന്നുവെന്നാരോപിച്ചാണ് പ്രതിഭാഗം കോടതി മാറ്റം ആവശ്യപ്പെട്ടത്. കോളിയാടി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല ബാധിച്ചതിനെ തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. നെന്മേനി, അമ്പലവയൽ, നൂൽപ്പുഴ പഞ്ചായത്തുകളിലെയും സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിലെയും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജൂൺ 14 വരെയാണ് അവധി. വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അങ്ങേയറ്റം ലാഘവത്തോടെയുള്ള സമീപനമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ മാത്രം 6 പേരുടെ ജീവനാണ് വന്യജീവി ആക്രമണങ്ങളിൽ നഷ്ടപ്പെട്ടത്. ദുരന്തം നടന്നിട്ടും സംഭവസ്ഥലത്ത് ഉത്തരവാദിത്തപ്പെട്ട ആരും എത്താതിരുന്നത് വളരെ ഗുരുതരമായ വീഴ്ചയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരത്തെ വധശ്രമ കേസ് പ്രതി കൌൺസിലർ R. സുഗതനെ ആകാശത്തേക്ക് വെടിവെച്ച് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പോലീസിനെതിരെ മന്ത്രി K. മുരളീധരൻ. വെടിയുടെ ശബ്ദം നിർത്തേണ്ട സമയമായെന്നും ആവശ്യമില്ലാത്ത വെടിയൊച്ചയാണ് തന്റെ മണ്ഡലത്തിൽ ഉണ്ടായതെന്നും മന്ത്രി പറഞ്ഞു. BJP സംസ്ഥാന കമ്മിറ്റി അംഗം NK സുധീർ വീണ്ടും കോൺഗ്രസിലേക്ക്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതോടെ സുധീർ കോൺഗ്രസ് വിട്ട് PV അൻവറിന്റെ പിന്തുണയോടെ ചേലക്കരയിൽ രമ്യ ഹരിദാസിനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം അൻവറിനോടുടക്കി BJPയിൽ ചേരുകയായിരുന്നു.
മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ജോലി ചെയ്ത ഉദ്യോഗസ്ഥനെ വേണ്ടെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. പിണറായി വിജയന്റെ ഓഫീസിൽ 10 വർഷം PR വിഭാഗത്തിൽ ഉണ്ടായിരുന്ന AC അഭിലാഷിനെ വേണ്ടെന്ന നിലപാടാണ് മന്ത്രിയെടുത്തത്. ഇതേ തുടർന്ന് അഭിലാഷിന് 5 ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ സ്ഥലമാറ്റം നൽകി. പാലാ നഗരസഭയിൽ വീണ്ടും മോഷണ പരാതി. കോൺഗ്രസ് കൌൺസിലർ ബിജു മാത്യൂസ് ഫയലും വാച്ചും മോഷ്ടിച്ചെന്നാരോപിച്ച് നഗരസഭാ അധ്യക്ഷ ദിയ ബിനു ബുളിക്കണ്ടം പോലീസിൽ പരാതി നൽകി. എന്നാൽ നഗരസഭാ അധ്യക്ഷയുടെ പരാതി കൌൺസിലർ ബിജു മാത്യൂസ് തള്ളി. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനെതിരെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ ഉപഹർജി തിരുവനന്തപുരം സബ് കോടതി തള്ളി. സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് സതീശൻ തനിക്കെതിരെ നടത്തുന്ന പ്രസ്താവനകൾ വിലക്കണമെന്നാവശ്യപ്പെട്ട് കടകംപള്ളി നൽകിയ ഉപഹർജിയാണ് തിരുവനന്തപുരം സബ് കോടതി തള്ളിയത്. ധനവകുപ്പിലെ ഫയലുകളുടെ വിശദാംശങ്ങൾ സർക്കാരിന് പുറത്തുള്ള സ്വകാര്യ സംഘത്തിന് കൈമാറിയ മുഖ്യമന്ത്രി VD സതീശന്റെ നടപടി തെറ്റെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. VD സതീശൻ തെറ്റിനെ തുടർച്ചയായി ന്യായീകരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി തിരുത്തണമെന്നും ബാലഗോപാൽ ആവശ്യപ്പെട്ടു. CPM കർമ്മ പദ്ധതി തയ്യാറാക്കാൻ 10,000-ത്തിലധികം നിർദ്ദേശങ്ങളാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇമെയിൽ വഴിയും വാട്സ്ആപ്പ് വഴിയും ലഭിച്ചതെന്ന് CPM അറിയിച്ചു. CPM വെബ്സൈറ്റിലും അഭിപ്രായങ്ങൾ അറിയിക്കാൻ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിറകെ AK ശശീന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി PC ചാക്കോയും PM സുരേഷ് ബാബുവും രംഗത്ത്. ശശീന്ദ്രന്റെ സ്വാർത്ഥ താൽപര്യങ്ങളാണ് പാർട്ടിയെ ഈ ഗതിയിലാക്കിയതെന്നും അദ്ദേഹം വഞ്ചിച്ചുവെന്നും നേതാക്കൾ ആരോപിച്ചു. KSRTCയിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ പ്രതിസന്ധിയിലാക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. സമരത്തിന് പോലും സാധിക്കാത്ത അവസ്ഥയിലാണെന്നും തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ തൃശൂരിൽ അടിയന്തര യോഗം ചേരുമെന്നും ജനറൽ സെക്രട്ടറി അറിയിച്ചു. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ എളുപ്പമല്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. രാത്രിയിൽ ഫോൺ ഓഫാക്കാതെ ജാഗ്രതയോടെ ഇരിക്കണം. ജോലി ചെയ്താൽ പോലീസിന്റെ അതിക്രമം, ജോലി ചെയ്യാതിരുന്നാൽ പോലീസിന്റെ അനാസ്ഥ എന്നും ആരോപണം ഉയരും. മുൻ DGP A. ഹേമചന്ദ്രൻ 1 രൂപ പോലും വാങ്ങാതെയാണ് ഉപദേഷ്ടാവായി പ്രവർത്തിക്കുന്നതെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ഹേമചന്ദ്രന്റെ പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം വടകര സ്ക്വാഡ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക്. ഗ്രൂപ്പിന്റെ 5 അഡ്മിൻമാരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണന് കാഫിർ സ്ക്രീൻഷോട്ട് ലഭിച്ചത് വടകര സ്ക്വാഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നായിരുന്നു. സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിലിട്ട DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കറിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. KSRTC ബസ്സുകളിലെ വിദ്യാർത്ഥി കൺസഷൻ കാർഡ് പുതുക്കുന്നതിനുള്ള ഫീസ് വർദ്ധിപ്പിച്ചിട്ടില്ലെന്ന് KSRTC. വിദ്യാർത്ഥികൾക്ക് കൺസഷൻ കാർഡിന് കുറെ വർഷമായി 110 രൂപയാണ് ഈടാക്കുന്നത്. 100 രൂപ സർവീസ് ചാർജ്, സോഫ്റ്റ്വെയർ, പരിപാലന ചെലവ് എന്നിവ അടക്കമുള്ള പ്രോസസിംഗ് ഫീസായും 10 രൂപ കാർഡിന്റെയും അനുബന്ധ സ്റ്റേഷനറി സാമഗ്രികളുടെയും ചെലവായുമാണ് ഈടാക്കുന്നത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിറ്റിൻ ഓയിൽ. ഉടനടി മാറും ടാലന്റ്, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, the ultimate dandruff solution. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. സോണിയാഗാന്ധിയുടെ 10 ജൻപഥിലെ വസതിയിലെത്തിയാണ് വിജയ് ഇരുവരെയും കണ്ടത്. CBI ആസ്ഥാനമായ അജോയ് ഭവനിലെത്തിയ വിജയെ ജനറൽ സെക്രട്ടറി D. രാജ സ്വീകരിച്ചു. ഇന്ന് നടക്കുന്ന നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുക്കാനാണ് വിജയ് ഡൽഹിയിലെത്തിയത്. തമിഴ്നാട് BJPയിൽ വീണ്ടും രാജി. BJP സംസ്ഥാന സെക്രട്ടറി അമർ പ്രസാദ് റെഡ്ഡി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. അണ്ണാമലയുടെ രാജിക്ക് പിന്നാലെയാണ് തീരുമാനം. അണ്ണാമലയ്ക്കൊപ്പം ചേരുമെന്നും അമർ പ്രസാദ് റെഡ്ഡി സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. വരുന്ന ദശകത്തിൽ രാജ്യത്തിന്റെ വികസനം കൂടുതൽ വേഗത്തിലാക്കുകയെന്നതാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാധ്യമെന്ന് തോന്നിച്ച പലതും NDA ഭരണകാലത്ത് നടപ്പാക്കി. ഇനിയും നിരവധി ലക്ഷ്യങ്ങൾ കൈവരിക്കേണ്ടതുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. NDA സർക്കാരിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് NDA യോഗം ചേർന്നത്. കോൺഗ്രസിൽ ലയിക്കില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയും
കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് തൃണമൂൽ കോൺഗ്രസിൽ ലയിക്കുമെന്ന അഭ്യൂഹങ്ങൾ സജീവമായത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നു മുതൽ രാജ്യവ്യാപകമായി ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി. ഇന്ന് പൂനെയിലാണ് സമരം. തുടർന്ന് ലക്നൌ, അമൃത്സർ, ബംഗളൂരു, ജയ്പൂർ, ഹൈദരാബാദ് തുടങ്ങിയ പ്രമുഖ നഗരങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്നും സംഘടന വ്യക്തമാക്കി. മധ്യപ്രദേശിലെ കോൺഗ്രസ് രാജ്യസഭാ സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി പിൻവലിച്ചില്ലെങ്കിൽ വലിയ പ്രക്ഷോഭമെന്ന് കോൺഗ്രസ്. പത്രിക തള്ളിയത് തെറ്റായ നടപടിയാണെന്നും മീനാക്ഷി നടരാജനെതിരെ ക്രിമിനൽ കേസില്ലെന്നും കോൺഗ്രസ് നേതാവ് മനു അഭിഷേക് സിംഗ്വി വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ പുതിയതായി അധികാരമേറ്റ മന്ത്രിമാരുടെ വകുപ്പുകളിൽ തീരുമാനമായി. മുൻ രാജ്യസഭാ അംഗം സ്വപൻ ദാസ് ഗുപ്തയ്ക്ക് ധനവകുപ്പ് ലഭിച്ചു. തപസ് റോയ് വ്യവസായ വകുപ്പ് മന്ത്രിയാകും. സുവേന്ദു മന്ത്രിസഭയിലെ അംഗസംഖ്യ 41ആയി. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ തകർന്നു വീണ് അപകടം. പാക് അധീന കാശ്മീരിലെ മുസാഫറാബാദിന് സമീപമാണ് അപകടമുണ്ടായത്. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചു. പാകിസ്ഥാൻ ആർമി ഏവിയേഷന്റെ MI-17 ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകി 5 രാജ്യങ്ങളുടെ കൂട്ടായ്മ. ബ്രിട്ടൻ, ഓസ്ട്രേലിയ, കാനഡ, ഫ്രാൻസ്, നോർവേ എന്നീ രാജ്യങ്ങളാണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി കുടിയേറ്റക്കാർ പാലസ്തീനികൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ കടുത്ത നടപടിയുമായി രംഗത്തുവന്നത്. യഹൂദ കുടിയേറ്റക്കാരുടെ ആക്രമണങ്ങൾക്ക് ധനസഹായം നൽകുകയും അതിന് സൌകര്യമൊരുക്കുകയും ചെയ്യുന്ന സംഘടനകൾക്കും വ്യക്തികൾക്കുമെതിരെ ഈ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തി. പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളിൽ തീരുമാനമെടുക്കാൻ വൈകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചയിൽ തീരുമാനമെടുക്കുന്നത് ഇനിയും നീട്ടിക്കൊണ്ടുപോയാൽ ഇറാൻ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് ട്രംപ് താക്കീത് നൽകി. അഫ്ഗാനിസ്ഥാനിൽ ഹിജാബിനെതിരെ സ്ത്രീകൾ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലേക്ക് പോലീസ് നടത്തിയ വെടിവയ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. പലരും അറസ്റ്റിലായി. പടിഞ്ഞാറൻ നഗരമായ ഹെറാത്തിലാണ് പ്രതിഷേധത്തിന് നേർക്ക് വെടിവയ്പുണ്ടായത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.